ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ S. വിജയകുമാർ. തെരുവ് നായ ശല്യത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ 2 മാസത്തിനുള്ളിൽ നീക്കം ചെയ്യണം എന്നാണ് ഉത്തരവ്. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വന്ധ്യംകരണത്തിനു ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. ദേശീയപാത ഉൾപ്പെടെ റോഡുകളിൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശം നൽകി. സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച കേസിലാണ് സുപ്രധാന നിർദ്ദേശങ്ങൾ. ആശുപത്രികൾ, സ്കൂളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതുവിടങ്ങളിൽ നിന്ന് തെരുവു നായകളെ മാറ്റണം. പിടികൂടുന്ന തെരുവു നായകളെ വന്ധ്യംകരണത്തിനു ശേഷം ഷെൽട്ടറിൽ പാർപ്പിക്കണം. പിടികൂടുന്ന സ്ഥലത്ത് വീണ്ടും തുറന്നു വിടരുത്. പൊതുവിടങ്ങളിൽ തെരുവു നായകളുടെ പ്രവേശനം തടയാൻ പ്രത്യേക വേലികൾ നിർമ്മിക്കണം. ഇതിനായുള്ള നടപടികൾ 8 ആഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി. ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ നടപടികൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഈ തെരുവ് നായ്ക്കൾ കയറുന്നതും അവിടെ അറ്റാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണമെന്നും, അങ്ങനെ മെക്കാനിസം ഉണ്ടാകുന്നത് മാത്രവുമല്ല, അവിടുന്ന് പിടിക്കുന്ന തെരുവ് നായ്ക്കളെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവിടെ തന്നെ തിരിച്ചുവിടുക എന്ന് പറയുന്നത് കൂടുതൽ അപകടകരമാണ് എന്നും ഇന്ന് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്ത ഓർഡറിലാണ്. തെരുവുനായ കേസിലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഏറെ ശ്രമകരമായ ദൗത്യം കൂടിയാണ്. R. അച്യുതൻ, 24, ഡൽഹി. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇന്നും തെരുവുനായ ആക്രമണം. കൊല്ലത്തും ആലപ്പുഴയിലും തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലം അഞ്ചലിലും മാവേലിക്കരയിൽ KSB ഓഫീസിലുമാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് കൊല്ലം അഞ്ചൽ ചന്തമുക്കിൽ തെരുവുനായ ആക്രമണം ഉണ്ടായത്. 7 പേരെ തെരുവുനായ കടിച്ചു. പേവിഷബാധയുള്ള നായയാണ് കടിച്ചതെന്നാണ് നാട്ടുകാരുടെ സംശയം. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. മനുഷ്യർക്ക് പുറമെ മറ്റു നായകളെയും കടിച്ചു എന്നാണ് സൂചന. പരിക്കേറ്റവരെ അഞ്ചലിലെയും പുനലൂരിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നാളുകളായി പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്നാണ് പരാതി. പട്ടികൾ നിരന്തരം ശല്യമാണ്. കാരണം വരുന്നതും പോകുന്നവരെ ആൾക്കാരെ മൊത്തം നീർത്തും കടിക്കും. അത് കണ്ടിട്ട് സാധാരണ എന്ന് പറഞ്ഞാൽ പേപ്പട്ടിയാണെന്ന് തോന്നുന്നത്. ആലപ്പുഴ മാവേലിക്കര KSB ഓഫീസിലാണ് തെരുവുനായ ആക്രമണം നടത്തിയത്. ദേഹത്തേക്ക് ചാടി വീണാണ് നായ KSB ജീവനക്കാരനെ കടിച്ചത്. രക്ഷപ്പെടുന്നതിനിടെ വീണ് മറ്റൊരു ജീവനക്കാരിക്ക് പരുക്കേറ്റു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണമുണ്ടെങ്കിലും മതിയായ ഇടപെടലുണ്ടാകുന്നില്ല എന്നാണ് പരാതി. 24, കൊട്ടാരക്കര. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ആരോഗ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ വേണു അനുഭവിച്ച ദുരിതം ഭാര്യ സിന്ധു 24-നോട് കണ്ണീരോടെ വിവരിച്ചു. എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകി എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വാദം. ഇവിടുത്തെ സിസ്റ്റർമാരായാലും ആരായാലും നായ്ക്കളെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും പേഷ്യൻസിനെ നോക്കുന്നില്ല. സർക്കാർ, അതായത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം യൂസ് ചെയ്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നു. പക്ഷേ അവരുടെ വിചാരം അവർ എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിലാണ് പേഷ്യൻസിനെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ തലവേദനയ്ക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് പോലും മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയില്ല. വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴും മരുന്ന് ലഭിച്ചില്ല. അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് കാർഡിയോളജി ഡോക്ടർമാർ വേണുവിനെ കണ്ടതെന്നും ഭാര്യ സിന്ധു. എന്നാൽ പിഴവില്ലെന്ന് ആവർത്തിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ. കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു അയ്യപ്പിന്റെ വിശദീകരണം ഇങ്ങനെ: ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ. വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ആ പ്രോട്ടോകോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു. വേണുവിന്റെ മരണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഇത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വേണുവിന്റെ വീട് സന്ദർശിച്ചു. സബ് കമ്മിറ്റി രൂപീകരിച്ച്
വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. 24 കൊല്ലം. പാലക്കാട് പള്ളശ്ശന സ്വദേശി 9 വയസ്സുകാരി വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കേസെടുത്തു പോലീസ്. മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ നടപടി. സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ ആരോഗ്യവകുപ്പ് ചുമതലപ്പെടുത്തി. കുട്ടിയുടെ കൈമുറിച്ച് മാറ്റാനുള്ള കാരണം കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആരോഗ്യവകുപ്പ് പ്രത്യേക സമിതിയെ നിയോഗിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജറി മേധാവി നിസാറുദ്ദീൻ, കൊല്ലം മെഡിക്കൽ കോളേജ് ഓർത്തോ മേധാവി മനോജ് കുമാർ എന്നിവരാണ് അന്വേഷിക്കുക. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. മുറിവിന് പിന്നിലെ കാരണങ്ങൾ, മുറിവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, കൈമുറിച്ച് മാറ്റുന്നതിലേക്ക് നയിച്ചത് എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും. ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതരും ഡോക്ടർമാരും. ചികിത്സയിലായി 1 മാസം പിന്നിട്ടിട്ടും കൃത്യമായ മറുപടിയോ സഹായങ്ങളോ സർക്കാർ ഉറപ്പാക്കില്ലെന്ന കുടുംബം ആരോപണം ഉയർത്തുന്നതിനിടെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. സംഭവത്തിൽ മാതാപിതാക്കളുടെ പരാതിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാതാപിതാക്കളുടെയും ഡോക്ടർമാരുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിനോദിനി നാളെ ആശുപത്രി വിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം നിർണായക ഘട്ടത്തിൽ. മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിന്റെയും സെക്രട്ടറി ജയശ്രീയുടെയും അറസ്റ്റ് ഉടനുണ്ടാകും. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. യഥാർത്ഥ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണ് എന്ന ആരോപണം പ്രതിപക്ഷം ആവർത്തിച്ചു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് SIT നൽകിയ 2ാം ഇടക്കാല റിപ്പോർട്ടിനും കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾക്കും പിന്നാലെയാണ് നിർണായക നീക്കങ്ങൾ. KS ബൈജു കൂടി അറസ്റ്റിലായതോടെ പിടിയിലായ മുൻ ഉദ്യോഗസ്ഥരുടെ എണ്ണം 3ആയി. 2019 സ്വർണ്ണപ്പാളികൾ ചെമ്പായി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ തിരുവാഭരണ കമ്മീഷണറായിരുന്നു ബൈജു. മഹസറിൽ ഒപ്പിടാതെ കൈമാറ്റത്തിന്റെ ഭാഗമാകാതിരുന്നതും സ്വർണ്ണപ്പാൾ ഇളക്കിയപ്പോൾ വിട്ടുനിന്നതും മനഃപൂർവ്വമെന്നാണ് SITയുടെ കണ്ടെത്തൽ. 7ാം പ്രതിയാണ് കേസിൽ ബൈജു. കേസിൽ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. വാസുവിലെത്തിയിട്ടും വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ SITയുടെ മീതെ ഉണ്ട്. ഗവൺമെന്റിലുള്ളവരും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള CPMന്റെ നേതൃത്വത്തിലുള്ളവരും പ്രതികളാകും, കുടുങ്ങും എന്നുള്ള ഭയം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. KS ബൈജുവിനെ ഇന്ന് റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങും. കേസിൽ നേരത്തെ പിടിയിലായ മുരാരി ബാബുവിനും സുധീഷ് കുമാറിനുമായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ഇവരുടെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പത്തനംതിട്ട സെഷൻസ് കോടതിയും പരിഗണിക്കും. 24 തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് PS പ്രശാന്തിന്റെ പകരക്കാരനെ CPIM ഇന്ന് തീരുമാനിക്കും. മുൻ MP A സമ്പത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. നിലവിലെ ബോർഡിന്റെ കാലാവധി നീട്ടി നൽകേണ്ട എന്ന ധാരണയായിരുന്നു. ബോർഡിലേക്കുള്ള CPI പ്രതിനിധിയായി തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗം വിളപ്പിൽ രാധാകൃഷ്ണനെ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗൃഹസന്ദർശന പരിപാടിയുമായി BJP. ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണം നടത്തുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. ശബരിമല തീർത്ഥാടനത്തിനായി പ്രാഥമിക ഒരുക്കങ്ങൾ പോലും നടത്തിയിട്ടില്ല എന്നും BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും യാതൊരു താല്പര്യവുമില്ലെങ്കിൽ ശബരിമലയെ കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകുമോ? ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഒന്നുകിൽ സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരിനെ ശബരിമല കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ശബരിമലയുടെ കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം.
തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷ CK ജാനു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് CK ജാനു 24നോട് പറഞ്ഞു. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ UDF പ്രവേശനത്തിൽ ഉടൻ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി UDFിലേക്ക് എന്ന് ഉറപ്പായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി പ്രവേശനം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് CK ജാനു. അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പിൽ സജീവമായി മുന്നണി എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധയെന്നും CK ജാനു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ അത്തരം ഒരു സംഭവം ഉണ്ടാവണം ശരിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടാവും. അത് മുന്നണി എന്നുള്ള നിലയിൽ പരിഗണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും മത്സരത്തിന് സാധ്യതയുണ്ട്. JRPയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ഏതാനും ദിവസങ്ങൾക്കുള്ളിലുണ്ടാവും. ഒരുപാട് കക്ഷികൾ UDFിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡ്യൂ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ UDF യോഗം കൂടി ഉടൻ തന്നെ തീരുമാനമെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നില്ലെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA വ്യക്തമാക്കി. ഇപ്പോഴുള്ളത് ലീഗ് കോൺഗ്രസ് ചർച്ചകൾ മാത്രമാണ്. തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കുന്നത് ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ തീരുമാനിക്കേണ്ട വിഷയമാണെന്നും AP അനിൽകുമാർ പറഞ്ഞു. 24 വയനാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വയനാട് മുള്ളൻകൊല്ലിയിൽ മകൻ LDF സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് പിതാവിനെ തൊഴിൽ വിലക്കിയെന്ന ആരോപണം. അച്ഛന് തൊഴിൽ വിലക്ക് എന്ന ആരോപണമാണ് വരുന്നത്. വയനാട് മുള്ളൻകൊല്ലിയിലെ 18ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CR വിഷ്ണുവിന്റെ പിതാവ് രാജനെയാണ് ജോലിയിൽ നിന്ന് INTUC നേതാക്കൾ വിലക്കിയത്. സംഘടനാപരമായ നടപടി മാത്രം എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഇന്ന് രാവിലെ പുൽപ്പള്ളി ആടിക്കൊല്ലിയിൽ മരം കയറ്റാൻ എത്തിയതായിരുന്നു INTUC തൊഴിലാളിയായ രാജൻ. ജോലിക്ക് കയറേണ്ടതില്ലെന്ന് INTUC നേതാക്കൾ പറഞ്ഞതായി രാജൻ വ്യക്തമാക്കി. SFI നേതാവായ മകൻ വിഷ്ണു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുകൊണ്ടാകാം തന്നെ ജോലിയിൽ നിന്ന് വിലക്കിയതെന്നാണ് രാജന്റെ ആരോപണം. താൻ 22 വർഷമായി INTUC പ്രവർത്തകനാണ്. ഇന്നാളെ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മണിയേട്ടൻ എന്നോട് സൂചിപ്പിച്ചു ഇങ്ങനെ മത്സരിക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറയുന്നത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ മത്സരിക്കണമെന്നൊക്കെ അവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞു. അന്നേരം അവനോട് നിൽക്കേണ്ടെന്ന് പറ, നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ദോഷം ചെയ്യും എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ അങ്ങനെ സൂചിപ്പിച്ചിരുന്നു. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പട്ടാണിക്കുപ്പ് 18ാം വാർഡിലാണ് വിഷ്ണു CPIM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഞാൻ SFIയിൽ പ്രവർത്തിച്ചിട്ടാണ് ഈ നാട്ടിൽ എല്ലാ പ്രവർത്തനത്തിലും ഇടപെട്ടിട്ടാണ് എന്നെ, അതുകൊണ്ടാണ് പാർട്ടി പ്രാവശ്യം 18ാം വാർഡ് പട്ടാണിക്കുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടത്. അതിൽ ലീഗുകാരടക്കമുള്ള ആളുകൾ ഒരു പ്രശ്നം കൊണ്ടാണ് നിലവിൽ അച്ഛനെ ഭീഷണിപ്പെടുന്നത്. 2 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ മത്സരിക്കുവാണെങ്കിൽ പണിക്ക് പോകണ്ട, ഇല്ലെങ്കിൽ ഞാൻ മത്സരിക്കരുത്, സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ. തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയ രാജനെ CPIM സംരക്ഷിക്കുമെന്ന് പുൽപ്പള്ളി ഏരിയ സെക്രട്ടറി ബൈജു നമ്പിക്കൊല്ലി വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങൾ വിലയിരുത്തും. ഇത് അവിടുത്തെ ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ സമ്മർദ്ദം കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും CPM ഈ ജോലി INTUCയിൽ നിന്ന് ഒഴിവാക്കിയാലും CPM അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. സംഘടനാപരമായ നടപടിയാണ് കൈക്കൊണ്ടതെന്നും ഏതാനും നാളുകളായി രാജൻ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നുമാണ് INTUC ജില്ലാ സെക്രട്ടറി മണി പാമ്പനാലിന്റെ പ്രതികരണം. 24 വയനാട്. കേരള സർവകലാശാലയിലെ PhD വിവാദത്തിൽ സംസ്കൃത വിഭാഗം മേധാവിക്കെതിരെ ജാതി പോലീസിൽ പരാതി നൽകി ഗവേഷക വിദ്യാർത്ഥി. സംസ്കൃതം പഠിക്കുന്നതിന്റെ പേരിൽ വകുപ്പ് മേധാവി ഡോക്ടർ CN വിജയകുമാരി തന്നെ ജാതീയമായി അപമാനിച്ചു എന്നാണ് വിപിൻ വിജയന്റെ പരാതി. അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടാകരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പ്രതികരിച്ചു. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ പരാതി നൽകിയത്. ഡോക്ടർ CN വിജയകുമാരി നിരന്തരമായി ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്നാണ് പരാതി. വളരെ വിഷമഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. കാരണം വഴി സമൂഹ മാധ്യമങ്ങളിൽ വന്നു അധിക്ഷേപം, ഒരുപാട് അധിക്ഷേപം പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് തരത്തിലുള്ള രീതിയിൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. PG സമയത്താണ് ടീച്ചർ തന്നെ കുറച്ചുകൂടി വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചത്. അക്കാദമിക് യോഗ്യതയില്ലാത്തതിനാൽ കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയന് PhD അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ച ഡീനായ ഡോക്ടർ CN വിജയകുമാരി വൈസ് ചാൻസലർക്ക് കത്ത് നൽകി. പ്രബന്ധ ഗൈഡായ അധ്യാപികയോടുള്ള ഉദ്യോഗസ്ഥതല പ്രശ്നങ്ങളും തന്റെ സമുദായത്തിനോടുള്ള സ്പർദ്ധയും മൂലമാണെന്നും വിപിൻ പരാതിയിൽ പറയുന്നു. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇത്തരം നടപടികൾ ഉണ്ടാകാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. ആ കുട്ടിയുടെ MPhil ഡിസർട്ടേഷൻ
സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക തന്നെ പറയുന്നത് വളരെ അപലപനീയമായ കാര്യമാണ്. അത് വളരെ വലിയൊരു വിരോധാഭാസമാണ്. എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ബോധോദയം ആ അധ്യാപികയ്ക്ക് ഉണ്ടായതെന്ന് അറിയില്ല. കഴക്കൂട്ടം ACPക്ക് പരാതി നൽകുന്നതിനോടൊപ്പം വൈസ് ചാൻസലർക്കും വിപിൻ കത്തയച്ചിട്ടുണ്ട്. ഡോക്ടർ CN വിജയകുമാരിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് പ്രധാന ആവശ്യം. 24 തിരുവനന്തപുരം. കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക്. ഈ മാസം 13-ാം തീയതി സമ്പൂർണ്ണ പണിമുടക്ക് നടത്തും. സമാധാനപരമായി സമരം ചെയ്തിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് സംഘടന വിമർശിച്ചു. 13-ാം തീയതി എമർജൻസി സേവനങ്ങൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും. ഇതുമൂലം രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് സർക്കാരാണ് ഉത്തരവാദി എന്ന് KGM-CTA വ്യക്തമാക്കി. കോടികളുടെ തട്ടിപ്പ് നടന്ന നേമം സർവീസ് സഹകരണ ബാങ്കിൽ ED പരിശോധന. CPM ഭരണസമിതിയുടെ കാലയളവിൽ വൻ ക്രമക്കേട് നടന്നുവെന്ന അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. സഹകരണ ബാങ്കിൽ 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തൽ. നേമം സർവീസ് സഹകരണ ബാങ്കിൽ 96.91 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് സർക്കാർ നിയോഗിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. സമിതി റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിവരവെയാണ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. ബാങ്കിലെ മുഴുവൻ രേഖകളും പിടിച്ചെടുത്താണ് പരിശോധന. വലിയ വ്യാപ്തിയിൽ തട്ടിപ്പ് നടന്നുവെന്ന് EDയും സ്ഥിരീകരിക്കുന്നുണ്ട്. മുൻ സെക്രട്ടറിമാർ ഉൾപ്പെടെ സ്വന്തം നിലയിൽ തട്ടിയെടുത്ത തുകയുടെ കണക്കുൾപ്പെടെ വ്യക്തമാക്കിയായിരുന്നു സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട്. 34.26 കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും 15.55 കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായി രേഖയുള്ളൂ. കോടികൾ വായ്പയെ അനുവദിച്ചത് യാതൊരു രേഖയും വാങ്ങാതെയാണ്. പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ ആകെ കിട്ടാനുള്ളത് 10.73 കോടി രൂപയെന്നും കണ്ടെത്തിയിരുന്നു. ED റെയ്ഡ് നടക്കുമ്പോഴും നിക്ഷേപകർ പ്രതിഷേധമറിയിച്ചു ബാങ്കിലെത്തി. ഞാനിവിടെ ഇത്രയും നാൾ വന്നിട്ട് എനിക്ക് ഒരു പൈസ തന്നിട്ടില്ല. ഇവരുടെ പ്രസിഡന്റ്, ഇവിടുത്തെ ഭരണസമിതി ഇവരുടെ ആശ്രിതർക്ക് ഇവിടെ പിരിക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ പൈസ പോലും പിൻവലിച്ചിട്ടാണ്, ഇപ്പം ലാസ്റ്റ് ഉണ്ടായിരുന്ന പ്രസിഡന്റിന്റെ പൈസ പോലും ഇവിടുന്ന് പിൻവലിച്ചിട്ടാണ് പോയത്. സ്ഥിരം ഇടപാടുകാരായ പലരുടെയും അക്കൗണ്ട് വഴി സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന, വ്യാജരേഖ നിർമ്മിക്കൽ തുടങ്ങിയവ EDയും പരിശോധിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. വാർത്താ സമ്മേളനത്തിനിടെ അധിക്ഷേപിച്ച യൂട്യൂബർക്ക് ചുട്ട മറുപടിയുമായി നടി ഗൗരി കിഷൻ. നടിയുടെ ഭാരം എത്രയെന്ന യൂട്യൂബറുടെ ചോദ്യത്തിനാണ് രൂക്ഷ പ്രതികരണം. നടിയെ പിന്തുണയ്ക്കാതിരുന്ന സംവിധായകൻ അബിൻ ഹരിഹരനും നടൻ ആദിത്യ മാധവനുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. അതേഴ്സ് എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു സംഭവം. സിനിമയിലെ രംഗം സൂചിപ്പിച്ച യൂട്യൂബറുടെ ചോദ്യത്തിനാണ് നടിയുടെ ചുട്ട മറുപടി. ചോദ്യത്തിന് സിനിമയുമായി എന്തു ബന്ധമാണുള്ളതെന്നും ഇത് ബോഡി ഷെയ്മിംഗ് ആണെന്നും ഗൗരി കിഷൻ. என்ன தப்பா? அது தப்பு தான் சார். நீங்க பாடி ஷேம் தான் பண்ணீங்க, அது தப்பு தான். லைக் ஐ வுட் லைக் டு டேக் திஸ் ஆப்பர்ச்சுனிட்டி. இல்ல நான் மன்னிப்புலாம் கேட்க மாட்டேங்க. ஹலோ சார், நீங்க தான் மன்னிப்பு கேட்கணும். அவங்க ரேட் என்ன, அவங்களை எப்படி தூக்குனீங்க, நெக்ஸ்ட் நீங்க வேற என்னலாம் கேட்பீங்க? நீங்க സിനിമയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ ഒരു ചോദ്യം പോലും ഉന്നയിച്ചില്ല. ഒരു നടനോടാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്നും ഗൗരി കിഷൻ. நீங்க ஒரு பொம்பளை அந்த ஒரு பேசிக் ரெஸ்பெக்ட் காமிக்காம என்ன വെച്ച് കത്തറിங்க நீங்க. എന്നാൽ ചോദ്യത്തെ യൂട്യൂബർ ന്യായീകരിച്ചു. നടിയെ പിന്തുണയ്ക്കാതെ നിശബ്ദരായിരിക്കുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് നേരെയും വിമർശനമുണ്ട്. ഗൗരിയെ പിന്തുണച്ച് ഗായിക ചിന്മയി ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തി. 24 ഡൽഹി. കടലിന്റെ മക്കളുടെ കഥയുമായി എത്തിയ മമ്മൂട്ടിയുടെ കുടുംബ ചിത്രം അമരം 34 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലെത്തി. 4K ദൃശ്യഭംഗിയോടെ റിലീസ് ചെയ്ത അമരം കാണാൻ ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ മധു അമ്പാട്ട്, സംവിധായകൻ ഭരതന്റെ മകൻ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവർ എത്തിയിരുന്നു. വമ്പൻ വിജയമായ അമരം വീണ്ടും തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് ആരാധകർ. പുലരേ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമാ കാണാ പൊന്നോടിയിൽ. അച്ചൂട്ടിയും അച്ചൂട്ടിയുടെ മുത്തും രഘുവും കൊച്ചുരാമനുമെല്ലാം വീണ്ടും വെള്ളിത്തിരയിൽ. കടലിനോളം ആഴത്തിൽ മനുഷ്യബന്ധങ്ങളും ആത്മസംഘർഷങ്ങളും ഉൾച്ചേർന്ന അമരം മനസ്സു നിറഞ്ഞ് കണ്ട് പ്രേക്ഷകർ. 3.5 പതിറ്റാണ്ടിനു ശേഷം സിനിമ തിയേറ്ററിൽ കണ്ട സന്തോഷത്തിൽ സിനിമയുടെ ഛായാഗ്രഹകൻ മധു അമ്പാട്ട്. എല്ലാം ഇപ്പോഴും ഫ്രഷ് ആയിട്ടുണ്ട്. 35 കൊല്ലം വിശ്വസിക്കാൻ പറ്റുന്നില്ല.
പുതിയൊരു തരത്തിൽ കാണുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? അന്ന് ഷൂട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ചിത്രത്തിന്റെ സംവിധായകൻ ഭരതന്റെ മകൻ സിദ്ധാർത്ഥ് ഭരതൻ, നിർമ്മാതാവ് ബാബു തിരുവല്ല, തിരക്കഥാകൃത്ത് ലോഹിതദാസിന്റെ മക്കൾ എന്നിവരെല്ലാം എറണാകുളം വനിതാ വിനീത തിയേറ്ററിൽ ഷോ കാണാനെത്തി. ഒരുപാട് ഓർമ്മകളുള്ളൊരു ചിത്രമാണ്. ഇതിന്റെ പശ്ചാത്തല സംഗീതം, പാട്ടുകൾ എല്ലാം. സോ അതിയായ സന്തോഷമുണ്ടായി കാണുന്നത്. തിയേറ്ററിൽ കണ്ട ഓർമ്മകളെല്ലാം മാഞ്ഞു തുടങ്ങി. അപ്പോഴാണ് വീണ്ടും അത് നമ്മൾ പലവട്ടം പലാവർത്തി കണ്ടേക്കുന്ന സിനിമയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സ്ക്രീനിൽ ഒരു തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലിരുന്ന് കാണുമ്പോൾ അതൊരു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങളിത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ടി വിയിലേ കണ്ടിട്ടുള്ളൂ. അതൊരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ, അതും എന്താ പറയുക, ഒരു മാസ്റ്റർ പീസ് തന്നെ വീണ്ടും കാണുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട്. രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ പിറന്ന അഴകെ ഏറ്റുപാടാത്ത മലയാളി ഉണ്ടാകുമോ? ഇങ്ങനെ വിവിധ ആസ്വാദ്യ തലങ്ങളിൽ മുത്തായി നിൽക്കുന്ന ചിത്രം വീണ്ടും വെള്ളിത്തിര ഭരിക്കാൻ എത്തിയിരിക്കുകയാണ്. തുറയുണരുമ്പോ മിൻവലകളുലയുമ്പോ തരിവളയിളകും തിരയിൽ നിൻമൊഴി കേൾക്കേ ചെന്താരകപ്പൂവാടിയിൽ താലം വിളങ്ങി ഏഴാം കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി. 24 കൊച്ചി. നോക്കാം വാർത്തകൾ ചുരുക്കത്തിൽ. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക നാണയവും സ്റ്റാമ്പും വെബ്സൈറ്റും പുറത്തിറക്കി. മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ പ്രതിമയുടെ മാർബിൾ ഫലകം തകർന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനും മേയർക്കുമെതിരെ കോൺഗ്രസ്. പാളയത്തെ ആർ ശങ്കർ പ്രതിമയ്ക്ക് താഴെ ഇരുന്ന് രമേശ് ചെന്നിത്തല പ്രതിഷേധിച്ചു. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ ഇതര സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ പിടികൂടി മോട്ടോർ വാഹന വകുപ്പ്. കൊച്ചിയിൽ നടത്തിയ പരിശോധനയിൽ 8 ബസ്സുകൾ പിടികൂടി. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ദുരൂഹത നീങ്ങും മുമ്പ് നിർണായക CCTV ദൃശ്യങ്ങളും കൈമോശം വരുത്തി. ബാലമുരുകൻ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ ഡിലീറ്റായി എന്നാണ് വിശദീകരണം. കേരളത്തിൽ കഴിഞ്ഞ 4 മാസത്തിനിടെ മാത്രം ഡിജിറ്റൽ അറസ്റ്റിലൂടെ തട്ടിയെടുത്തത് 4.54 കോടി രൂപ. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് പ്രധാന തട്ടിപ്പ്. വയോധികരെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടാണ് തട്ടിപ്പുകൾ അധികവും. ഈ റിപ്പോർട്ടോടെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.